നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇതൊക്കെ എന്ത്? ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ബബിൾ ഹാക്സ്. അപ്പോൾ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബബിൾ വെച്ചിട്ട് പല രീതിയിലെ ട്രിക്സും അതുപോലെ എങ്ങനെയൊക്കെ ബബിൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വെച്ചാൽ അതേപോലെയൊക്കെ നമ്മൾ ബബിൾസ് ഉണ്ടാക്കാൻ പോകുന്ന പല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കട്ടെ ഇത്. പിന്നെ നമ്മൾ ഔട്ട്ഡോറിലാണ് കംപ്ലീറ്റ് ഷൂട്ടിംഗ് വരാം. അപ്പോൾ എന്താ പറയുക, അവിടെ നിന്ന് ഒരു തട്ടലും മുട്ടലും ബഹളമൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ ലാസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ, നല്ല കിടില വീഡിയോസ് ആണ്. അപ്പൊ ഗിവ് എവേയുടെ കാര്യം നമ്മൾ ഈ വീഡിയോയിലാണ് പറയാൻ പോണത്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മൊത്തം ഇരുന്ന് കാണാം. അപ്പൊ ഇനി അധികം നേരം കളയേണ്ട, വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ലാസ്റ്റ് ഹാക്ക് ഭയങ്കര കിടിലെന്ന് ഹാക്ക് ആയിരുന്നു. കണ്ടിട്ട് നമ്മൾ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഞെട്ടാത്തവർക്കായി നമ്മുടെ റീക്യാപ്പ്. Watch part 1 of bubble hacks for this kiddle shorts. അപ്പൊ ഇനി നമ്മൾ ഉണ്ടാക്കാൻ ചെയ്യാൻ പോണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോ ആണ്. സ്ട്രോ വെച്ച് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രോ ആണ്. അതിങ്ങനെ ബെൻഡ് ചെയ്ത് നമ്മളൊരു സ്ക്വയർ ഉണ്ടാക്കി എടുത്തേക്കാണ്. ഇനി നമ്മൾ കുറച്ച് നൂലുകൾ ഇങ്ങനെ കെട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് ഒന്ന് കുതിർക്കല്ല, കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് നനച്ച് വെച്ചതാണ്. ഇനി നമ്മൾ ആദ്യം ഇതിന്റെ ഉള്ളിൽ ഇതാക്കൂട്ടാ. എനിക്ക് ആ നൂലെടുത്തന്നോളൂ. എന്നിട്ട് നമ്മളിത് ഇതിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മെല്ലെ നൂലിട്ടു. ഇപ്പൊ നോക്കിയേ, ഇതിലേക്ക് നോക്കിയൊക്കെ അടുത്തൊരു നൂലും കൂടി ഇടാൻ പോവാണ്. നിങ്ങൾ കണ്ടോ, അടിപൊളിയുണ്ട് അല്ലേ, സൂപ്പറായിട്ട്. ഇതേപോലെ എത്ര നൂലിട്ടാൽ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. ഹായ് ഹലോ. ഇനി ഇതിന്റെ ഉള്ളിൽ കൂടി ഞാൻ കൈയിടാം. അയ്യോ ദീപി കൈ ഉണ്ടാട്ടാ, വേണ്ട, നീ പൊക്കി പിടിക്ക്. അയ്യോ നീ കൈ പൊക്കി പിടിക്ക്, മെല്ലെ പൊക്കിടി. ജിഞ്ചിക്ക് കണ്ട എന്റെ കൈ കണ്ട. ഹലോ. അപ്പൊ ഇതാണ് സംഭവം. ആ ബബിൾ, ആ നൂലിന്റെ ഉള്ളിലില്ല ബബിള്. ഇനിയിപ്പോ ഒരു നൂലും കൂടി ഇട്ടാ ചിലപ്പോ ഇത് പൊട്ടി. അതുപോലെ ഞാൻ അധികം കാണിക്കാം. ദീപി കഴിട്ടോ, ദീപി കഴിയുന്നുണ്ടോട്ടാ. മെല്ലെ കേട്ടോ കണ്ടാ. അയ്യേ. അപ്പൊ നമുക്ക് കുറച്ച് നല്ല വെല്ലിയതാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ തലയിടാം നമുക്ക് ഇതേപോലെ. അത് ഞാൻ വേറെ എണ്ണത്തിൽ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇതൊരു സക്സസ്ഫുൾ എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. 10 മാർക്ക് എത്ര മാർക്ക് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഹാക്കിലേക്ക് നമ്മൾ വേണം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഹാക്കിലേക്ക് പോവാം. ഇത് നമ്മുടെ ലാസ്റ്റ് ഹാക്കല്ല, ഇത് നമ്മുടെ പാറുന്റെ സ്പെഷ്യൽ ഹാക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ വെറുതെ സോപ്പും പതയില് ആ കൈ മുക്കിയിട്ട് ഇങ്ങനെ കൈ കൂടെ ഇങ്ങനെ ഊതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബബിള് വന്നോണ്ടേ ഇരിക്കും അത്ര. അത് അവള് പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു ഹാക്കാണ്. എന്നിട്ട് ആ ബബിൾസിനെ ഇങ്ങനെ ചേർത്ത് അവള് വലിയൊരു ബബിൾ ഉണ്ടാക്കി. അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിയിട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചത് നമുക്കിതൊരു 7th ഹാക്ക് ആയിട്ടിടാം. അപ്പൊ ഇനി ലാസ്റ്റ് ഹാക്ക് ഇത് കഴിഞ്ഞിട്ട് വരാമുള്ളവർ കിഡിലോസ്കി ഹാക്കാണ് വരാൻ പോണത്. അപ്പൊ ഈ ഒരു ഹാക്ക് എല്ലാവരും ഇപ്പൊ സ്ട്രോ ഇല്ല, എന്താ പറയാ, വടിയില്ല, ഒന്നുമില്ല വീർപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ കൈ ഇങ്ങനെ വെച്ചിട്ട് പാറു ചെയ്യണ അതേ സ്റ്റൈലിൽ ഇങ്ങനെ കൈൻ്റെ ഉള്ളിൽ കൂടെ ഊതിയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ബബിൾസ് ഉണ്ടാക്കാം. എല്ലാവരും ഞെട്ടിപ്പോട്ടെ, ഇത്രയും വലിയ ജയന്റ് ബബിള്. അപ്പൊ നിങ്ങളുടെ കൈയിന്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ജയന്റ് ബബിൾ ഉണ്ടാക്കാട്ടെ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കാം. അവിടെ ദീപിയും ബബിൾസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാട്ടോ. രണ്ടാളും തകർത്തോണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ബബിൾ ഉണ്ടാക്കുന്ന സമയം ഒരു 12 മണി, രാത്രി 12 മണി സമയത്താണ് ഇവർ ഉറങ്ങാണ്ട് ഈ ബബിളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ വെറുതെ എടുത്തതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നമ്മള് ജയന്റ് ബബിൾ ഉണ്ടാക്കി, പിന്നെ ഓട്ട വരുന്ന ബബിൾ ഉണ്ടാക്കി, ഇങ്ങനെ അടിപൊളി കുറെ ബബിൾസ് ഉണ്ടാക്കി. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ വലിയൊരു ബബിൾ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദീപിനെയോ പാറുവിനെയോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തും. അതിനുശേഷം നമ്മൾ ഈ ഒരു കമ്പി വെച്ചിട്ട് ഇങ്ങനെ പൊക്കുമ്പോൾ അവരുടെ
ചുറ്റുമായിട്ട് ബബിള് വരാൻ പോവാണ്. ഇതൊരു കിടുക്കിടുക്കാച്ച എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ കുറച്ചും കൂടി വിമ്മ് കലക്കിയിട്ടുണ്ട്. നമ്മൾ പായസമൊക്കെ വെക്കണ ഉരുളി വേറൊരു ഉരുളി കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി ഗ്ലിസറിൻ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ആ ബബിളിന് കുറച്ചും കൂടി കട്ടിയില് ബബിള് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ലേശം കൂടി ഗ്ലിസറിൻ നമ്മൾ ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ ഒന്നും കൂടി നമ്മൾ കലക്കി കൊടുക്കട്ടെ. അപ്പത്തേ നമ്മൾ നല്ലോണം കലക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോണത് എന്താ നമുക്ക് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഇങ്ങനെ വരും. ഇതാണ് സംഭവം. ഇത് നമ്മൾ ചെയ്യാൻ പോണത് ദീപി ഉള്ളി കറിക്കും. അങ്ങനെയൊന്നും ചോദിക്കരുത്. ഇവന്റെ നഖത്തിന്റെ തുമ്പത്ത് വരെ കാഞ്ഞ ബുദ്ധിയാ. മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ബബിൾ ഹാക്സ് നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ എല്ലാവർക്കും കണ്ട് ഭയങ്കര ഇഷ്ടമായി വിചാരിക്കണം. വളരെ നയന മനോഹരമായ നമ്മുടെ വീഡിയോസ് ആയിരുന്നു ഇന്നത്തെ ഫുള്ള്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടിപൊളി കിട്ടില്ല കമന്റ്സ് ഉണ്ടെങ്കിൽ അയക്കാൻ മറക്കരുത്. നമ്മൾ കമന്റ് സെക്ഷനിൽ വായിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ഗിവ് അവയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ 50Kയുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ശ്രീദേവി നിരാജൻ തന്നെയാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് ഒരു പിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗിവ് അവേയുടെ. അപ്പോൾ ആ പിക്കിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ 3 ഫ്രണ്ട്സിനെ അവിടെ ടാഗ് ചെയ്യുക. ഈ 3 ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയാണ് മെയിൻ സ്റ്റെപ്സ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ വെരിഫൈ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിതൊക്കെ സ്ക്രീൻഷോട്ടായിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇമെയിലിൽ സെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുള്ളൂ. പിന്നെ ബോണസ് പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ 3 ഫ്രണ്ട്സിന് ടാഗ് ചെയ്യണതിന് പകരം 4 അതിൽ കൂടുതലോ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക. അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ബോണസ് പോയിൻറ്റ്സിനുള്ള നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് സ്റ്റോറിയായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ സ്റ്റോറിയായിട്ട് ഷെയർ ചെയ്യാം. ഇന്ന് ജൂൺ 9th ആണ്. ഇന്ന് തൊട്ട് നമ്മൾ ഗിവ് അവേയുടെ ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. ജൂലൈ 9th ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അന്ന് നമ്മൾ ഗിവ് അവേ ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ ജൂലൈ 14th ആണ് ഗിവ് അവേയുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യണത്. പിന്നെ അടിപൊളി പ്രൈസസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് 3D പെന്നാണ്, സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും വരുന്നത് ഗ്ലൂ ഗണ്ണാണ്, 4th ഉം 5th ഉം പ്രൈസ് വരുന്നത് സോപ്പ് ബേസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹാക്സ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ആഗ്രഹമുള്ളവരൊക്കെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ എഫേർട്ട് ബേസിസിലായിരിക്കും എല്ലാ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഗ്രഹമുള്ളവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പ്രൈസസ് വിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വൺസ് അഗെയിൻ എല്ലാവർക്കും നമ്മുടെ ഗിവ് അവേയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉടനെ തന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതനുസരിച്ചിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ ഇതുപോലത്തെ അടിപൊളി കിടിലൻ വീഡിയോസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.